السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. ما بعد. اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ ആറാമതായി നമുക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ അയാൾ സ്വതക്ക ചെയ്തു എന്നിട്ട് അതിനെ ഗോപ്യമാക്കി വെക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ വലം കൈ കൊടുത്തത് ഇടതുകൈ പോലും അറിയാത്ത രീതിയിൽ. ഇങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്നാണ്. അപ്പോൾ സ്വതക്കകൾ രഹസ്യമായി ചെയ്യണം. സ്വതക്കകൾ എന്ന് തന്നെയല്ല, ഏതൊരു അമലുകളും അതിൽ രഹസ്യ സ്വഭാവം വരുമ്പോൾ അത് അള്ളാഹുവിനും അവൻ്റെ അടിമയ്ക്കും ഇടയിലുള്ളത് മാത്രമായി തീരുകയാണ്. മുൻകാല സലഫ് സ്വാലിഹകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഇത്തരത്തിലുള്ള അമലുകൾ. ഒരാളും അറിയാതെ അയാൾ മരിക്കുമ്പോൾ മാത്രമാണ് അയാളുടെ കുടുംബം അറിയുന്നത്, വാപ്പ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. അത് ഒരു അടിമയ്ക്കും അള്ളാഹുവിനും ഇടയിലുള്ള കാര്യമാണ്. അതിൽ വല്ലാത്ത ഒരു ആസ്വാദനമുണ്ട്. അള്ളാഹു മാത്രം അറിയുന്ന ഒരു അമൽ എനിക്ക് വേണം എന്ന് ഒരു മുഅ്മിനിന് മനസ്സിൽ ആഗ്രഹമുണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അടിമയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, അത് ഗോപ്യമാക്കി ചെയ്യുക എന്നുള്ളത്. എന്നാൽ സ്വതക്കയിൽ 2 രീതികളുണ്ട് എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് വ്യക്തമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ സ്വതക്കകൾ പരസ്യമാക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. എന്താണ് ഈ നല്ലതാണെന്ന് അല്ലാഹു പറയുന്നത്? പരസ്യമായും രഹസ്യമായും ചിലവഴിക്കുന്ന രീതി ഉണ്ട് ഇസ്ലാമിൽ. പരസ്യമായി ചിലവഴിക്കുന്നത് ഒരിക്കലും ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാകരുത്, മറിച്ച് ആളുകൾക്ക് ഒരു പ്രോത്സാഹനമാകുന്ന രീതിയിലാണ് ഇവിടെ അല്ലാഹു ഉദ്ദേശിക്കുന്ന. പരസ്യമായി നിങ്ങൾ ചിലവഴിക്കുന്നത് നല്ലതാണെന്ന് പറയാനുള്ള കാരണം, പരസ്യമായി ചിലവഴിക്കുമ്പോൾ അത് ആളുകൾ അറിയുകയും തന്മൂലം അവർക്ക് അതിലൊരു പ്രേരണ ഉണ്ടാവുകയും എനിക്കും ഇതുപോലൊരു അമല് ചെയ്യണമെന്ന പ്രേരണ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ആ നിയത്തിലാണെങ്കിൽ അത് വിഷയമല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ അതിന്റെ തൊട്ട് ചേർന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് അത് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, നമ്മളുടെ സ്വതക്കകൾ അത് ഏറ്റവും അർഹരായവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മളുടെ അടുത്ത് തന്നെ അർഹരായ ആളുകൾ ഉണ്ടായിട്ടും അതല്ലാത്ത ആളുകളിലേക്ക് ഇതെത്തുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ. സ്വതക്ക എന്ന് ഉദ്ദേശിക്കുന്നത് സക്കാത്തല്ല. ഈ സക്കാത്ത് ആണെങ്കിലും അതിന്റെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല, അതിൽ യാതൊരു തർക്കവുമില്ല. എങ്കിലും നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ, നമുക്ക് ഐച്ഛികമായിട്ടുള്ള സ്വതക്കകൾ കൊടുക്കുമ്പോൾ അത് ഏറ്റവും അർഹരായവർ, ഒരു പക്ഷേ നമ്മളുടെ അയൽവക്കങ്ങളിലോ നമ്മളുടെ കുടുംബ ബന്ധുക്കളിലോ തന്നെ ഏറ്റവും ആവശ്യമായ ആളുകൾ ഉണ്ടാകാം. പലപ്പോഴും ചില ആളുകൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ അവർ ആളുകളെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. മിസ്കീങ്ങളുടെ ലക്ഷണം അല്ലാഹു എടുത്തു പറയാം. മിസ്കീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ആവശ്യക്കാരായിരിക്കും, പക്ഷേ അവർ ആരോടും ചോദിക്കില്ല, അവരുടെ ആത്മാഭിമാനം അതിന് അനുവദിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി, പരമാവധി ആവശ്യക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരിലേക്ക് അത് എത്തിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഈ രീതിയിൽ കഴിയുന്നതും ആ രീതിയിൽ തന്നെ അള്ളാഹുവിന്റെ പ്രീതി നേടുന്ന രീതിയിലുള്ള സ്വതക്കകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. 2 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ സ്വതക്ക നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. നിങ്ങളുടെ സ്വതക്കകൾ യാതൊരു ഫലവും ഇല്ലാത്ത രീതിയിലേക്ക് നിഷ്ഫലങ്ങളാക്കി കളയരുത്. അൽ മന്ന വൽ അദാ. മന്ന എന്ന് പറഞ്ഞാൽ എടുത്തു പറയലാണ്. ഞാൻ ഇന്നതൊക്കെ ചെയ്തില്ലേ, കൊടുത്തില്ലേ, ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് എടുത്തു പറയൽ സ്വതക്കയെ ഇല്ലാതാക്കും. വൽ അദാ, ഉപദ്രവം. അതായത് നമ്മൾ ആർക്കാണോ സ്വതക്ക കൊടുത്തത് അതുമൂലം അയാൾക്ക് ഭയങ്കര ഉപദ്രവം,
അതായത് പിന്നീട് അയാളെ വിഷമിപ്പിക്കുന്ന, മാനസികമായി പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഉപദ്രവങ്ങൾ. ഇത് രണ്ടും സത്യവിശ്വാസികളിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സ്വതക്ക തന്നെ നിഷ്ഫലമായി പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഏഴാമതായി അവസാനത്തെ ആ ഒരു വിഭാഗം, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാഹു, ഒരു മനുഷ്യൻ അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളാഹുവിനെ ഓർത്തു കരഞ്ഞു, കണ്ണുനീർ വാർത്തു, അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിച്ചു. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് ഒറ്റയ്ക്കൊന്ന് മാറിയിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ തിരക്കുകളിലാണ്, തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒറ്റയ്ക്കായാലും പലപ്പോഴും നമ്മൾ ഫോണിലുമാണ്. ഫോൺ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ പല രീതിയിലും നമ്മൾ ശുഭലിലാവും. അതും മാറ്റിവെച്ച് ഒന്നൊറ്റയ്ക്ക് മാറിയിരുന്ന് അള്ളാഹുവിനെ കുറിച്ചൊന്ന് ആലോചിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നമ്മളോടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ആലോചിച്ച്, അങ്ങനെയെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഒന്ന് കണ്ണുനീർ വാർക്കുവാൻ അല്ലെങ്കിൽ കരയുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന് സാധിച്ചാൽ നമുക്ക് ഈ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ രണ്ട് കണ്ണുകൾ നരകം കാണുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാത്തിരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ച രണ്ട് കണ്ണുകൾ നരകം കാണുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരമാവധി അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിന്റെ ജീവിക്കുന്ന മാതൃകകളായി മാറുവാനുമെല്ലാം നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.